മനുഷ്യ ജീവിതത്തിൽ നാം ധാരാളം കഷ്ടങ്ങളെ നേരിടേണ്ടതായി വരും. മനുഷ്യ ജീവിതത്തിലൊരു കഷ്ടത വരുമ്പോൾ സ്നേഹിതരും ചർച്ചക്കാരുമെല്ലാം കൈവിടും. അപ്പോഴും നമ്മളെ കൈവിടാത്തൊരു ദൈവത്തെക്കുറിച്ചാണ്, കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 34 സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഒരിക്കലും മാറാത്ത കഷ്ടം ജീവിതത്തിൽ സഹിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഈ വചനം ഇന്ന് നിങ്ങൾക്കായി തരുന്നത്. ഒരിക്കലും വിടുവിക്കപ്പെടാത്ത കഷ്ടത എന്ന കഠിന ശോധനയിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുവാണോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. നീ ആരാധിക്കുന്ന ദൈവം ജയിച്ച ദൈവമായതുകൊണ്ട് ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന ഏതു കഷ്ടതയിൽ നിന്നും നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് വചനം ഉറപ്പു തരിക. നമുക്ക് അല്പം കൂടെ ആഴമായി ഒന്ന് പഠിച്ചാൽ, സ്തോത്രം, അവിടെ വായിക്കുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു. അപ്പൊ കഷ്ടതയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ അവൻ ദൈവത്തോട് നിലവിളിക്കണം. ബൈബിളിൽ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഒരു കഷ്ടതയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നാൽ അവൻ വിഷമിച്ചിരിക്കുവല്ല, സങ്കടപ്പെട്ടിരിക്കുവല്ല, ആ കഷ്ടത്തിൽ നിന്നുള്ള വിടുതലിനായിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, മാറിപ്പോകാത്ത കഷ്ടം എന്റെ ജീവിതത്തെ കയറി വരിഞ്ഞു മുറുക്കി. പക്ഷേ എന്റെ ദൈവം ചെയ്തു അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ ദൈവം രക്ഷിച്ചു. ആരോടൊക്കെയോ ദൈവം തോളിൽ തൊട്ട് സംസാരിക്കുക. ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന കഷ്ടത്തിന് ഇനി ആയുസില്ല, അതോടനെ തീരും. യേശു നിന്നെ ആ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കും. മറ്റുള്ള മുമ്പിൽ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നിന്നെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വചനം നിന്നെ പഠിപ്പിക്കുക. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം. നിന്നെ കഷ്ടത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ സമയമായി. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം. കണ്ണുകളെ അടച്ചാട്ട്. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒന്നിനാലും ഒഴിഞ്ഞു പോകാത്ത കഷ്ടങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ കർത്താവ്. ഇവരുടെ പ്രാർത്ഥന കേട്ട് കഷ്ടത്തിൽ നിന്ന് പൂർണ്ണമായി അവരെ വിടുവിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനതയെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ വിടുവിക്കും. ഗോഡ് ബ്ലസ് യു.